ആക്ടിവിറ്റി 4-ലെ വെബ് പേജിന്റെ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്: എ മോഡൽ ഓഫ് ദ വെബ് പേജ് ഡെവലപ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഒബ്സർവിംഗ് നാഷണൽ ടെക്നോളജി ഡേ ഈസ് ഗിവൺ ബിലോ. Create a web page as the one given below using the file nationaltechnologyday.html provided in exam documents on home by following the instructions given below. ഇപ്പോൾ ഈ ഒരു ഫയൽ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. അഡ്ജസ്റ്റ് ദ ഫോണ്ട് സൈസ് ആസ് 30px ഫോർ ദ മെയിൻ ഹെഡിങ് നാഷണൽ ടെക്നോളജി ഡേ. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിന് 30px ആക്കി മാറ്റണം. ആഡ് ഫോണ്ട് കളർ റെഡ് ടു ദ സബ് ഹെഡിങ് വെനസ്ഡേ 11th മെയ്. അപ്പോൾ റെഡ് കളറാക്കി മാറ്റണം വെനസ്ഡേ 11th മെയ് എന്നുള്ളത്. ഓപ്പൺ ദ ഫയൽ ഇൻ ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് മേക്ക് ദ ചേഞ്ചസ് ഇൻ ദ കാസ്കേഡിംഗ് സ്റ്റൈൽസ്. Save the modified file in exam 10 folder on home using save as option with your register number question number as its new file name. Then open this file in a web browser. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ മലയാളം ക്വസ്റ്റ്യനും കൂടി നോക്കാം. നാഷണൽ ടെക്നോളജി ഡേയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു വെബ് പേജിന്റെ മാതൃക ചുവടെ തന്നിരിക്കുന്നു. മാതൃകയിലേതുപോലെ ഒരു വെബ് പേജ് എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിരിക്കുന്ന നാഷണൽ ടെക്നോളജി day.html എന്ന ഫയൽ ഉപയോഗിച്ച് തയ്യാറാക്കുക. നിർദ്ദേശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിൽ വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന് നാഷണൽ ടെക്നോളജി ഡേ അക്ഷര വലിപ്പം 30px കൊടുക്കുക. രണ്ടാമത്തെ തലക്കെട്ടിന് വെനസ്ഡേ 11th മെയ് എന്നുള്ളത് അക്ഷര നിറം ചുവപ്പ് നൽകുക. അപ്പോൾ ഇത് കാസ്കേഡിംഗ് സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത്. ടെക്സ്റ്റ് എഡിറ്ററിലാണ് തുറക്കേണ്ടത്. എന്നിട്ട് ഇത് രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലേസസിൽ ഹോം ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെന്റ്സിൽ നാഷണൽ ടെക്നോളജി ഡേ ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയാണ് നമുക്ക് കാണിക്കുക. അപ്പം നോക്കാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫയൽ ഉള്ളത്. അപ്പം നമ്മൾ അതിനെ അതിൻ്റെ അകത്തുള്ള ഹെഡിങ് ഈ ഒരു വലുപ്പത്തിലാക്കി മാറ്റണം. അതുപോലെ വെനസ്ഡേ എന്നുള്ളത് നമ്മൾ എന്താക്കണം, റെഡ് കളറിലാക്കണം. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ CSS ഫയൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ CSS ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സാം ഡോക്യുമെന്റ്സിൽ ഈ ഫയൽ നമ്മൾ എടുത്തു. ഇവിടെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യാം. ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ അക്സസറീസിൽ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫയൽ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ നാഷണൽ ടെക്നോളജി ഡേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. HTML കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ കോഡിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കണ്ടിരുന്നു ആദ്യം പ്രധാന തലക്കെട്ടിനാണ് നാഷണൽ ടെക്നോളജി ഡേ എന്നുള്ള പ്രധാന തലക്കെട്ടിന് 30px എന്ന് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് മെയിൻ ആയിട്ടുള്ള ഹെഡിങ് ആണ് നാഷണൽ ടെക്നോളജി ഡേ. H2 ആണ്. ആ H2ൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ 20 ആണ് തന്നിരിക്കുന്നത്. ആ 20 എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് അവിടെ 30 എന്ന് കൊടുത്തു. ഓക്കെ. ഇനി നമ്മളോട് അടുത്ത പറഞ്ഞിരിക്കുന്നത് വെനസ്ഡേ 11th മെയ്. അത് സെക്കൻഡ് ഹെഡിങ് ആണ്, രണ്ടാമത്തെ തലക്കെട്ടാണ്. അതിന് റെഡ് കളർ കൊടുക്കണം. അപ്പം നമ്മളിവിടെ നോക്കിയാൽ വെനസ്ഡേ 11th മെയ് എന്നുള്ളത് H3 ആണ്. ആ H3 എന്ന് പറയുന്ന കമാൻഡ് ഇതാണ്. അതിൻ്റെ കോഡിങ് ഇതാണ്. അപ്പോൾ ഇവിടെ കളർ എന്നുള്ളത് ബ്രൗൺ എന്ന് കാണാം. അപ്പം നമ്മൾ അതൊന്ന് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ റെഡ് എന്ന് കൊടുക്കുക. അപ്പം കളർ കോളൻ റെഡ് സെമിക്കോളൻ ഉണ്ട്. അതൊന്നും ഡിലീറ്റ് ആക്കരുത്. ഈ ഒരു കളർ എന്നുള്ളത് മാത്രമേ നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്യാവുള്ളൂ. ഇനി നമ്മളിത് സേവ് ചെയ്യണം. അപ്പോൾ പുതുതായിട്ടൊരു ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെയുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹോമിൽ എക്സാം 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ question number 4 .html എന്ന് അവിടെ ഉണ്ടാവണം. അത് കളയരുത്. എന്നിട്ട് സേവ് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് പ്ലേസസിൽ ഹോം എടുത്തു.
exam10 എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്തു വെച്ച ഫയൽ ഇതാണ്. ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഉള്ളൊരു മോഡൽ കിട്ടിയിട്ടുണ്ട്. കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 4.5. The year 2022 also marks the International Year of Basic Science for Sustainable Development. Create a web page as the one given below using the file yearbasicscience.html provided in exam documents on home by following the instructions given below. Given yellow background for the main heading. അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസ് എന്നുള്ളതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ കളർ കൊടുക്കണം. അഡ്ജസ്റ്റ് ഫോണ്ട് സൈസ് ആസ് 20px ഫോർ ദ പാരഗ്രാഫ്. പാരഗ്രാഫിന് 20px ഫോണ്ട് സൈസ് കൊടുക്കണം. ഓപ്പൺ ദ ഫയൽ ഇൻ ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് മേക്ക് ചേഞ്ചസ് ഇൻ കാസ്കേഡിംഗ് സ്റ്റൈൽസ്. സേവ് ദ മോഡിഫൈഡ് ഫയൽ ഇൻ exam10 ഫോൾഡർ ഓൺ ഹോം using save as option with your register number underscore question number as its new file name. Then open the file in a web browser. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് അതിൻ്റെ മലയാളം ക്വസ്റ്റ്യനും കൂടി നോക്കാം. സുസ്ഥിര വികസനത്തിനായുള്ള അടിസ്ഥാന ശാസ്ത്രങ്ങളുടെ അന്താരാഷ്ട്ര വർഷം എന്ന പ്രത്യേകത കൂടി 2022 ഇത് സംബന്ധിച്ച ഒരു വെബ് പേജ് എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിരിക്കുന്ന yearbasicscience.html എന്ന ഫയൽ ഉപയോഗിച്ച് തയ്യാറാക്കുക. നിർദ്ദേശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. വെബ് പേജിന്റെ തലക്കെട്ടിന് പശ്ചാത്തലമായി മഞ്ഞ നിറം നൽകുക. ഇവിടെ കാണാം. പാരഗ്രാഫിന് അക്ഷര വലിപ്പം 20px നൽകുക. ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകളിലാണ് മാറ്റം വരുത്തേണ്ടത്. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യണം. വേണമെങ്കിൽ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എക്സാം ഡോക്യുമെന്റ്സ് തുറന്നിട്ടൊന്ന് നോക്കാം. ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സിൽ yearbasicscience.html എന്നുള്ള ഫയൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ളിടത്ത് യെല്ലോ കൊടുക്കണം. ഇവിടെ ഉള്ളതിന് 20px പാരഗ്രാഫിനും കൊടുക്കണം. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാറ്റം വരുത്തണം. ഇതിൻ്റെ കോഡിൽ മാറ്റം വരുത്താനായിട്ട് ഒന്നെങ്കിൽ ഇവിടുന്ന് റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുത്തു. അവിടെ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ട് ടെക്സ്റ്റ് എഡിറ്റർ എന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻസിൽ നിന്ന് അക്സസറീസിൽ ടെക്സ്റ്റ് എഡിറ്റർ വഴി ഓപ്പൺ ചെയ്യാം. ഏതാണോ എളുപ്പം അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെബ് പേജിന് തലക്കെട്ടിന് പശ്ചാത്തലമായി മഞ്ഞ നിറം നൽകുക. അപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് ബേസിക് സയൻസ് എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം H2 ആണ്. അപ്പോൾ H2 എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ ബ്ലൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യെല്ലോ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ അവിടെ ബ്ലൂ എന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫിൻ്റെ അക്ഷര വലിപ്പം 20px ആക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ പാരഗ്രാഫ് P എന്നുള്ളതാണ് പാരഗ്രാഫ്. അവിടെ ഫോണ്ട് സൈസ് എന്നുള്ളത് 16 ആണുള്ളത്. ആ 16 എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് 20 എന്നുള്ളത് ആക്കി മാറ്റും. അത് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ 20 എന്ന് കൊടുത്തു. ഇത്രയും ചെയ്തു. ഇനി നമ്മളിത് സേവ് ചെയ്യണം. അതിനായിട്ട് ഇവിടെയുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തു. സേവ് ആസ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഹോമിൽ exam10 ഇവിടെയുള്ള ഈ ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇവിടെ നമ്മളൊരു രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് _4 എന്ന് കൊടുത്തു. .html സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കാണാം. അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്തു. exam10 എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഫയൽ ഇതാണ്. ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.